നമ്മളിപ്പോ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിന്റെ ഒരു ഔട്ട്ലൈൻ ആണ്. ഈ ചാപ്റ്റർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, പുതിയ സിലബസ് പ്രകാരം നിങ്ങൾക്ക് കുറെ സിലബസ് റെഡ്യൂസ് ചെയ്തു. അപ്പൊ പുതിയ സിലബസ് പ്രകാരം എങ്ങനെയാണ് ഈ ചാപ്റ്ററിന്റെ ഒരു ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. അപ്പൊ ഈ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താ, ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് പാർട്ട്. ശേഷം നിങ്ങൾ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്താണെന്ന് പഠിക്കും. തുടർന്ന് ഡയമെൻഷൻ ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണെന്ന് പഠിക്കും. പിന്നെ ഡയമെൻഷണൽ ഫോർമുല ആൻഡ് ഇക്വേഷൻസ് അത് പഠിക്കും. ശേഷം ഡയമെൻഷൻ അനാലിസിസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. അപ്പോ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഈ ഒരു വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് എന്താണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നുള്ളതായിരുന്നു. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് എന്ന ചാപ്റ്ററിന്റെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ആദ്യകാലങ്ങളിൽ പല രാജ്യങ്ങളിലുള്ള ആൾക്കാർ, സയന്റിസ്റ്റുകൾ ഉപയോഗിച്ചിരുന്നത് പല യൂണിറ്റ് സിസ്റ്റങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒന്നാമത്തെ യൂണിറ്റ് സിസ്റ്റം ആയിരുന്നു CGS യൂണിറ്റ് സിസ്റ്റം. രണ്ടാമത്തത് FPS യൂണിറ്റ് സിസ്റ്റം എന്താണെന്ന് ഞാൻ പറയാം. മൂന്നാമത്തത് MKS യൂണിറ്റ് സിസ്റ്റം. ഇപ്പോൾ CGS യൂണിറ്റ് സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ C ഫോർ സെന്റിമീറ്റർ. നമുക്കറിയാം സെന്റിമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്, നമുക്കറിയാം നീളം അളക്കാനാണ് സെന്റിമീറ്റർ ഉപയോഗിക്കുക. അപ്പൊ നീളത്തിന്റെ യൂണിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് സെന്റിമീറ്റർ ആണ്. G ഫോർ ഗ്രാം. ഗ്രാം നമുക്കറിയാലോ, ഭാരം, വെയിറ്റ്, തൂക്കം, ഇത് അളക്കാനായിട്ടാണ് ഗ്രാം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം വെയിറ്റിന്റെ യൂണിറ്റ് ആയിട്ടാണ് അവർ ഗ്രാം ഉപയോഗിച്ചിരുന്നത്. ശേഷം സെക്കൻഡ് അറിയാം, ടൈമിന് വേണ്ടി സെക്കൻഡ് ഉപയോഗിച്ചു. അപ്പൊ എന്താണ് ലെങ്ത്, മാസ്, ടൈം, ഇവര് മൂന്നും മാത്രമേ, മൂന്ന് ക്വാണ്ടിറ്റീസ് മാത്രമേ നമ്മൾ ഉപയോഗിച്ചുള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. ആദ്യ കാലങ്ങളിൽ നമുക്ക് വേണ്ട വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള മൂന്ന് ക്വാണ്ടിറ്റീസ് ഇവർ മൂന്നുപേരും മാത്രമായിരുന്നു. പിന്നീടാണ് പലതരം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസുകളെ നമ്മൾ ഉൾപ്പെടുത്തിയതും അതിനനുസരിച്ചുള്ള ശാഖകൾ ഡെവലപ്പ് ചെയ്തപ്പോൾ നമ്മൾ പല ക്വാണ്ടിറ്റീസുകളെ പിന്നീട് ആഡ് ചെയ്യുകയും ചെയ്യാറുണ്ടായത്. ആദ്യ കാലങ്ങളിൽ നമുക്ക് വേണ്ട വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഇത് മൂന്നുമായിരുന്നു. ലെങ്തും മാസും ടൈമും മാത്രമായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പൊ ലെങ്തിന് വേണ്ടി CGS യൂണിറ്റ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത് സെന്റിമീറ്റർ, മാസിന് വേണ്ടി ഗ്രാം, ടൈമിന് വേണ്ടി സെക്കൻഡ്. അടുത്ത ഒരു യൂണിറ്റ് സിസ്റ്റമാണ് FPS യൂണിറ്റ് സിസ്റ്റം. F ഫൂട്ടായിരുന്നു, ഫൂട്ട് ഉപയോഗിച്ചു. P പൗണ്ട്, S സെക്കൻഡ്. ലെങ്തിന് വേണ്ടി അവർ ഫൂട്ടാണ് ഉപയോഗിച്ചിരുന്നത്. FPS യൂണിറ്റ് സിസ്റ്റത്തിൽ ലെങ്തിന് വേണ്ടി ഫൂട്ട്, മാസിന് വേണ്ടി പൗണ്ട്, ടൈമിന് വേണ്ടി സെക്കൻഡ്. ഇത് FPS സിസ്റ്റം കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ബ്രിട്ടീഷുകാരാണ്, ഇംഗ്ലണ്ട്, അവരാണ് ഇത് കൂടുതലായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും ആ നാടുകളിൽ ലോക്കൽ ഏരിയകളിലൊക്കെ പൗണ്ടിലൊക്കെയാണ് പറയുക. പക്ഷെ ഇന്റർനാഷണലി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പുതിയ യൂണിറ്റ് സിസ്റ്റത്തിലേക്ക് വരും. അത് നമുക്ക് സംസാരിക്കാം. MKS യൂണിറ്റ് സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ M ഫോർ മീറ്റർ, നമുക്കറിയാം ലെങ്തിന് വേണ്ടി മീറ്റർ ഉപയോഗിക്കുന്നു. കിലോഗ്രാം, മാസിന് വേണ്ടി കിലോഗ്രാം ഉപയോഗിക്കുന്നു. S സെക്കൻഡ്. ഇപ്പൊ MKS യൂണിറ്റ് സിസ്റ്റത്തിൽ ലെങ്തിന് വേണ്ടി മീറ്റർ, മാസിന് വേണ്ടി കിലോഗ്രാം, ടൈമിന് വേണ്ടി സെക്കൻഡ്. ഈ മൂന്ന് സിസ്റ്റത്തിലും ടൈമിന് വേണ്ടി അവർ ഉപയോഗിക്കുന്നത് സെക്കൻഡ് മാത്രമാണ്. അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ലെങ്തും മാസും അവർ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള യൂണിറ്റുകളാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ MKS യൂണിറ്റ് സിസ്റ്റമാണ് നമ്മളിപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്ന യൂണിറ്റ് സിസ്റ്റം. അതിലേക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്തു ഈ അടുത്ത കാലത്തായിട്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇങ്ങോട്ട് നോക്കൂ, ആദ്യകാലങ്ങളിൽ മൂന്ന് യൂണിറ്റ് സിസ്റ്റം ആയിരുന്നു ഉണ്ടായിരുന്നത്: CGS, FPS, MKS. അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സംസാരിക്കാനുള്ളത് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ്. അപ്പൊ ഇത് ഈ ആദ്യകാലങ്ങളിലാണ് ലെങ്തും മാസും ടൈമും മാത്രം മതിയായിരുന്നത്. പക്ഷെ അതിനുശേഷം പല സയൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് പല ക്വാണ്ടിറ്റീസുകൾ ആഡ് ചെയ്യപ്പെട്ടു. പുതിയ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസുകൾ ആഡ് ചെയ്തു, അനേകം ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്തു. അപ്പൊ എല്ലാവർക്കും നമുക്ക് ഇൻഡിവിജ്വലി യൂണിറ്റുകളൊന്നും കൊടുക്കാൻ കഴിയില്ല. അപ്പൊ അതിനനുസരിച്ച് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസുകളുടെ അളവ് കൂടി, അതിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ഡെറിവേറ്റീവ് ക്വാണ്ടിറ്റീസുകളുടെ അളവ് കൂടി. അപ്പൊ നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ നമുക്ക് എന്താണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് നോക്കാം. നമ്മൾ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൂന്ന് യൂണിറ്റ് സിസ്റ്റങ്ങളെ പറ്റി നമ്മൾ പരിചയപ്പെട്ടു: CGS, FPS ആൻഡ് MKS. ഈ മൂന്ന് യൂണിറ്റ് സിസ്റ്റങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിലെ ഏറ്റവും അവസാനം പറഞ്ഞ MKS, അതായത് മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ്, ഈ കോമ്പിനേഷനിലുള്ള MKS യൂണിറ്റ് സിസ്റ്റമാണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. പക്ഷെ നിലവിൽ നമുക്ക് നീളവും ലെങ്തും മാസും ടൈമും മാത്രം പോരാ സയൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അതിൽ കൂടുതൽ അളവുകൾ കണ്ടെത്തി, ക്വാണ്ടിറ്റീസ് കണ്ടെത്തി. അപ്പൊ അതിന്റെ കൂടെ
ഫിസിക്കൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിന്റെ എണ്ണവും കൂടി. ഇപ്പോൾ ഇന്റർനാഷണലി ഒരു സിസ്റ്റം ഓഫ് കോൺഫറൻസ് കൂടി അവരെല്ലാം കൂടെ തീരുമാനിച്ചു, ഇനി മുതൽ നമ്മൾ ഇന്റർനാഷണൽ ലോകത്തുള്ള എല്ലാവരും ഉപയോഗിക്കേണ്ട ഒരു നിശ്ചിത എണ്ണം ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും ബാക്കിയുള്ളവയെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസുമായിട്ട് അവർ വേർതിരിച്ചു. അപ്പൊ അങ്ങനെ ഈ SI എന്ന് കാണിക്കുന്നത് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്നതിന്റെ അബ്രിവേഷൻ ആണ്. ഓക്കെ, അപ്പോ അവരുടെ ഒരു ചർച്ചയ്ക്കൊടുവിൽ അവര് 7 ക്വാണ്ടിറ്റീസിനെയാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തിയത്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, മാസ്, ലെങ്ത്, ടൈം. നമ്മൾ MKS സിസ്റ്റത്തിൽ കണ്ടതുപോലെ തന്നെ അവരുടെ യൂണിറ്റിന്റെ നെയിം എന്ന് പറയുന്നത് മാസിന്റെ കിലോഗ്രാം, ലെങ്തിന്റെ മീറ്റർ, ടൈമിന്റെ സെക്കൻഡുമാണ്. ഈ 3 പേരുടെയും സിമ്പൽ, യൂണിറ്റിന്റെ സിമ്പൽ നമുക്ക് എപ്പോഴും കിലോഗ്രാം, 5 കിലോഗ്രാം, 10 കിലോഗ്രാം, ഈ കിലോഗ്രാം ഇത്രയും സ്പെല്ലിംഗ് ഒരുമിച്ച് എഴുതാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനുവേണ്ടി അവര് അതിന്റെ ഒരു സിമ്പൽ കൊണ്ടുവന്നു. കിലോഗ്രാമിന് kg, സ്മാൾ ലെറ്റർ K, സ്മാൾ ലെറ്റർ G, kg ഉപയോഗിക്കും. ലെങ്ത് മീറ്റർ, മീറ്ററിന്റെ സിമ്പലായിട്ട് സ്മാൾ ലെറ്റർ M ഉപയോഗിക്കാൻ തുടങ്ങി. ടൈമിന് സെക്കൻഡ്, സ്മാൾ ലെറ്റർ S ഉപയോഗിക്കും. അതിന് ഈ 3 നമ്മൾ MKS സിസ്റ്റത്തിൽ കണ്ടു കഴിഞ്ഞതാണ്. പക്ഷെ ഇനി ഒരു 4 എണ്ണം കൂടി ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ടെമ്പറേച്ചർ, ലൂമിനസ് ഇന്റൻസിറ്റി, ഇലക്ട്രിക് കറന്റ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇത് 4 കൂടെയാണ് അവർ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തത്. അപ്പോൾ ഇതിനെല്ലാം അവർക്കൊക്കെ യൂണിറ്റും ഉണ്ട്, അതിനെല്ലാം സിമ്പിളും ഉണ്ട്. നമുക്ക് അതും കൂടെ ഒന്ന് കാണാം. എന്താണ് ടെമ്പറേച്ചറിന്റെ യൂണിറ്റ് എന്ന് ചോദിച്ചാൽ അത് കെൽവിനാണ്. ഇപ്പൊ നിങ്ങൾ ഉടനടി നിങ്ങൾ പലയിടത്തും കെൽവിൻ ഉപയോഗിച്ച് തുടങ്ങി കാണും. അപ്പൊ എന്നാലും അറിഞ്ഞിരിക്കുക, ടെമ്പറേച്ചർ കെൽവിനാണ് അതിന്റെ യൂണിറ്റിന്റെ നെയിം. ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും ഒക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ SI യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് കെൽവിനാണ്. അതിന്റെ സിമ്പൽ ക്യാപിറ്റൽ K ആയിരിക്കും. ലൂമിനസ് ഇന്റൻസിറ്റി, നമ്മുടെ പ്രകാശത്തിന്റെ ഒക്കെ ഒരു തീവ്രത, നമ്മൾ ലൈറ്റിന് എത്രത്തോളം പഠിച്ചപ്പോൾ വളരെ ബ്രൈറ്റ്നസ് കൂടുതലാണല്ലോ, ആ കാണിക്കുന്നതാണ് ലൂമിനസ് ഇന്റൻസിറ്റി. അതിന്റെ യൂണിറ്റിന്റെ പേര് കാൻഡില എന്നാണ്. അതിന്റെ സിമ്പല് CD ആണ്, ക്യാപിറ്റൽ C, സ്മാൾ ലെറ്റർ D. പിന്നെ സംസാരിക്കാനുള്ളത് ഇലക്ട്രിക് കറണ്ട് നമ്മൾ വീടുകളിലൊക്കെ നമ്മൾ അതിന്റെ യൂണിറ്റുകളെ പറ്റി സംസാരിക്കാറുള്ളതാണ്. യൂണിറ്റിന്റെ പേര് ആംബിയർ എന്നാണ്. ആംബിയർ. അതിന്റെ യൂണിറ്റിന്റെ സിമ്പൽ ക്യാപിറ്റൽ ലെറ്റർ A ആയിരിക്കും. 5 ആംബിയർ കറണ്ട്, 2.5 ആംബിയർ കറണ്ട്, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ സംസാരിക്കുക. പിന്നെ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലാസ്റ്റ് വൺ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്. അത് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്ന ക്വാണ്ടിറ്റിയുടെ യൂണിറ്റിന്റെ പേര് മോൾ എന്നാണ്. കെമിസ്ട്രിയിലൊക്കെ നിങ്ങൾ ധാരാളം, മോളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് കെമിസ്ട്രി പഠിക്കാനേ കഴിയില്ല. മോളാണ്. അതുപോലെ തന്നെ ആ മോളിന്റെ സിമ്പൽ MOL, സ്മാൾ ലെറ്റർ M, സ്മാൾ ലെറ്റർ O, സ്മാൾ ലെറ്റർ L, MOL എന്നായിരിക്കും അതിന്റെ സിമ്പൽ. അപ്പോ ഇതില് എടുത്ത് പറയാനുള്ളത് ഈ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ പറ്റിയാണ്. ഇത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക കെമിസ്ട്രിയിലായിരിക്കും. മോൾ എന്നാണ് അതിന്റെ യൂണിറ്റിന്റെ പേര്, MOL എന്നാണ് അതിന്റെ സിമ്പൽ. അപ്പൊ എന്താണ് ഈ മോൾ എന്ന് ചോദിച്ചാൽ നമ്മൾ മിക്കവാറും ഈ കെമിസ്ട്രി ആറ്റത്തെ പറ്റിയും മോളിക്യൂൾസിനെ പറ്റിയൊക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ആറ്റങ്ങളിലേക്ക് എണ്ണം വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഈ ഇതിന്റെ ഓരോ ആറ്റത്തെ പറ്റിയും എടുത്തെടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നതിന് പകരം ഒരു കൂട്ടം, ഒരു ബൾക്ക് ആറ്റത്തെ അല്ലെങ്കിൽ ബൾക്ക് മോളിക്യൂൾസിന്റെ എണ്ണത്തെ ഒരുമിച്ച് ചേർത്താണ് നമ്മൾ ഈ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോളിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അതിപ്പോ 6.022 × 10⁻23 എണ്ണം ആറ്റം, ഹൈഡ്രജൻ ആറ്റം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പറയാം അവിടെ 1 മോൾ ഹൈഡ്രജൻ ആറ്റം ഉണ്ടെന്ന്. അപ്പൊ ഏത് എൻറ്റിറ്റിയാണ് അവിടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നതെന്ന് എടുത്ത് പറയണം. അപ്പൊ 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനർത്ഥം 6.022 × 10⁻23 എണ്ണം കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്യൂൾസ് ഉണ്ടെന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, നമുക്ക് ഇനി എന്തായാലും അടുത്ത സപ്ലിമെന്ററി യൂണിറ്റ്സ്, ഈ 7 ഫണ്ടമെന്റൽ യൂണിറ്റ്സിന്റെ കൂടെ SI സിസ്റ്റം, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് സിസ്റ്റം 2 സപ്ലിമെന്ററി യൂണിറ്റ്സിന്റെ കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. നമുക്ക് അതെന്താണെന്ന് കൂടി നോക്കാം. ഓക്കെ, ആ 2 യൂണിറ്റുകളാണ് പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. 2 സപ്ലിമെന്ററി യൂണിറ്റ്സ് ആണ് നമുക്കുള്ളത്. പ്ലെയിൻ ആംഗിളും, ആ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും ആണ്. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് ആണ് റേഡിയൻ. ആ യൂണിറ്റിന്റെ പേരാണ് റേഡിയൻ. നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് RAD എന്ന് ഉപയോഗിച്ചാണ്. സ്മാൾ ലെറ്റർ R, സ്മാൾ ലെറ്റർ A, സ്മോൾ d. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ അങ്ങനെ കേട്ടിട്ടില്ലാത്ത ഒരു യൂണിറ്റ് ആണ് സോളിഡ് ആംഗിൾ. അതിന്റെ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ യൂണിറ്റിന്റെ പേര് സ്റ്റെറേഡിയൻ എന്നാണ്. അതിന്റെ റെപ്രസെന്റ് ചെയ്യുന്നത് സ്മാൾ ലെറ്റർ S, സ്മാൾ ലെറ്റർ R ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ റേഡിയൻ എന്തായാലും ഇപ്പോ മാത്തമാറ്റിക്സിലൊക്കെ കേട്ട് കഴിഞ്ഞാണ്. പക്ഷെ സോളിഡ് ആംഗിൾ നിങ്ങൾ അധികം കേട്ടിട്ടില്ല. സോളിഡ് ആംഗിൾ നിങ്ങൾ അധികം ഉപയോഗിക്കേണ്ടി വരുന്നില്ല ഈ അടുത്ത കാലത്തൊന്നും.
അപ്പോൾ നമ്മൾ SI സിസ്റ്റത്തിലെ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അവയുടെ യൂണിറ്റിന്റെ നെയിമും അതിന്റെ സിമ്പലും കണ്ടു കഴിഞ്ഞു. അതിനോടൊപ്പം അവയുടെ SI സിസ്റ്റത്തിലെ 2 സപ്ലിമെന്ററി യൂണിറ്റ്സ്, പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും, അവയുടെ യൂണിറ്റിന്റെ നെയിമായിട്ടുള്ള റേഡിയൻ, സ്റ്റെറേഡിയൻ, അവയുടെ യൂണിറ്റിന്റെ സിമ്പൽ RAD ആൻഡ് SR. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞു. അങ്ങനെ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ അവസാനിപ്പിച്ചു. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് സിഗ്നിഫിക്കന്റ് ഫിഗറുകൾ എന്താണെന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.